അൽഹംദുലില്ലാ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ് എടുക്കാൻ ഞാൻ റെഡിയാകുന്നത്. കാരണം ആളുകളുടെ റെസ്പോൺസ്, നിങ്ങൾ നൽകുന്ന റിവ്യൂകൾ ഒക്കെ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഒരുപാട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം. അൽഹംദുലില്ലാ. നമ്മൾ നിലവില് പറഞ്ഞു നിർത്തിയത് എവിടെയാണ് എന്നതിനെ ഒന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്യണമെങ്കിൽ അത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയതിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം. എനിക്ക് തോന്നുന്നത് ഏകദേശം 28 ആളുകൾ മാത്രമാണ് കയറിയിട്ടുള്ളത്. നിലവിൽ ഇനിയും ആളുകൾ കയറാനുണ്ട്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണോ അതോ തുടങ്ങണോ? എന്നാ അഭിപ്രായം പറയാൻ നന്നായിരുന്നു. വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് ഓൾറെഡി കഴിഞ്ഞു. അതെ, 52 ടൈമിംഗ് നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ഓക്കെ, നമുക്ക് പതിയെ തുടങ്ങാം ഇൻഷാ അല്ലാഹ്. തുടക്കം തന്നെ ഒരു സങ്കടകരമായ ഒരു വാർത്ത പറയാതെ വയ്യ. എല്ലാവരും ഉള്ളപ്പോ പറയണമെന്നാ കരുതിയത്. എന്നാലും ഒന്ന് തുടക്കത്തിൽ ഒന്ന് സൂചിപ്പിക്കുക, പിന്നെ എല്ലാവരും കയറിയിട്ട് ഒന്നുകൂടി പറയാം. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഹിഫ്ള് എന്നതാണ്. പക്ഷെ അതെവിടെയും എത്തിയിട്ടില്ല എന്നത് വലിയ സങ്കടമുണ്ട്. ഓരോ ഗ്രൂപ്പിന്റെ ലീഡർമാരോട് ഇങ്ങനെ സംസാരിച്ചപ്പോ ഒരാള്, 2 ആള്, 3 ആളൊക്കെയാണ് ഒരു ഗ്രൂപ്പില് സൂറ ഖാരിഅ ഓതി ഇട്ടിട്ടുള്ളത്. മുഴുവൻ ആളുകളും ഇടാത്തത് കൊണ്ടാണ് വൽ ആദിയാത്ത് എന്ന സൂറത്ത് എടുക്കാൻ പറ്റാതിരുന്നത്. ഞാൻ ഈ ആഴ്ചയിൽ മീൻസ് നമ്മളെ ക്ലാസ് കഴിഞ്ഞപ്പോ വിചാരിച്ചത് വൽ ആദിയാത്ത് ലബ്ഹ വരെ എത്തിക്കണമെന്നതാണ്. പക്ഷെ അത് നടന്നില്ല എന്നത് വളരെ വിഷമമുണ്ട്. അപ്പോ അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് ചർച്ച ചെയ്യണം. പക്ഷെ അത് അവസാനത്തിൽ ഒന്നുകൂടി ഞാൻ പറയാം. അപ്പത്തേക്ക് നമുക്കൊരു ചർച്ച വേണം. എന്താണ് പഠിക്കാൻ പറ്റാത്തത്, എന്തെങ്കിലും അസൗകര്യങ്ങൾ ഞാനിപ്പോ ഒരു സൂറത്തായിട്ട് ഇട്ടത് കൊണ്ടാണെങ്കിൽ അതുൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്താൽ മാത്രമാണ് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള പഠനം നന്നാക്കാൻ പറ്റുള്ളൂ. ചില ആളുകൾ അഭിപ്രായം പറഞ്ഞിരുന്നു, ഒരു സൂറത്തിന്റെ 4 ആയത്ത് വെച്ച് പഠിക്കാം. നമുക്ക് അതും പരിശോധിക്കാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ഈ ക്ലാസ്സിന്റെ അവസാനത്തിൽ ഏകദേശം നമുക്കത് ചർച്ച ചെയ്താൽ വളരെ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്ക് ഇൻഷാ അല്ലാഹ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നിലവില് എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചത് എന്ന് ചോദിച്ചാൽ, തുടക്കത്തിൽ അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു. ആ അക്ഷരങ്ങൾ വരേണ്ട സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു. ആ അക്ഷരങ്ങൾ പല സ്ഥലത്തുനിന്ന്, തൊണ്ടനുണ്ട്, നാവുണ്ട്, ചുണ്ടുണ്ട്, വായയുടെ ഉൾഭാഗമുണ്ട്, മൂക്കുണ്ട്. ഇതൊക്കെ നമ്മൾ സംസാരിക്കുകയും ഒരുപാട് വട്ടം ആവർത്തിക്കുകയും ചെയ്ത വിഷയങ്ങളാണ്. പിന്നീട് ഖുർആനിന്റെ പാരായണ ഭംഗി എന്നതിലേക്ക് നമ്മൾ കടന്നു. അതിന്റെ ഭാഗമായിട്ട് ഇൽഹാർ എന്ന നിയമം നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ടോ? ആർക്കൊക്കെ ഇൽഹാർ അറിയാം? പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടില്ല എന്നാണോ? പഠിച്ചിട്ടുണ്ട്, അറിയാം. അറിയാം. ഒന്ന് പറയാം ഇൽഹാർ എന്താന്ന്? വ്യക്തമാക്കി ഓതണം. വ്യക്തമാക്കി ഓതും. മാഷാ അല്ലാഹ്. വ്യക്തമാക്കി ഓതുക എന്നതാണ് ഇൽഹാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. അതായത് സുക്കൂനുള്ള നൂന്, നമ്മൾ അതിന് അടിത്തറ പഠിച്ചിരുന്നു. 5 നിയമങ്ങൾക്ക് അടിത്തറ സുക്കൂനുള്ള നൂനോ അല്ലെങ്കിൽ തൻവീനോ ആണ്, അല്ലെ? അതിനുശേഷം വരുന്ന അക്ഷരങ്ങളെ അനുസരിച്ചാണ് 5 നിയമങ്ങളാക്കി മാറ്റുക. അതിലെ ഏതാനും അക്ഷരങ്ങൾ, 6 അക്ഷരങ്ങൾ അടങ്ങുന്ന ഒരു നിയമത്തിന്റെ പേരാണ് ഇൽഹാർ. ആ അക്ഷരങ്ങൾ ആരെങ്കിലും ഒരാൾ പറയോ? തൊണ്ടയിൽ നിന്ന് വരുന്ന ഹൽക്കിന്റെ അക്ഷരങ്ങൾ.
യെസ്, ഏതൊക്കെയാണ്? ഹംസ ഹ ഐൻ ഹ ഐൻ ഖ. യെസ്, മാഷാ അല്ലാഹ്. ഹംസ ഹ ഐൻ ഹ ഗൈൻ ഖ. ഹംസ ഹ ഐൻ ഹ ഗൈൻ ഖ. ഈ 6 അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിനോ അല്ലെങ്കിൽ തൻവീനിനോ ശേഷം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തമാക്കണം. യെസ്, നമ്മൾ വ്യക്തമാക്കി ഉച്ചരിക്കണം. കണ്ടോ? നിങ്ങൾക്ക് ഒന്നുകൂടി അത് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രായപരിധി എല്ലാവരും ഉണ്ടല്ലോ. ചിലവർക്ക് ചിലപ്പോ ഒറ്റയടിക്കൊന്നും മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം കേട്ടോ. ഇൻഷാല്ലാ. ആ ഒന്നൊന്ന് കണ്ടോ, ഇദ്ഹാർ. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടു മേക്ക് ക്ലിയർ, അതാണ് അതിന്റെ ഇംഗ്ലീഷ്. നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഞാനിങ്ങനെ കണ്ടപ്പോ തട്ടിന്ന് മാത്രം. അപ്പൊ ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക, ആ ഓത്തിനെ അവിടെ ഭംഗിയാക്കുക. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവിടെ ഏതാനും അക്ഷരങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ വായിച്ച അക്ഷരങ്ങൾ അതാണ്. ഹംസ ഹ ഐൻ ഹ ഗൈൻ ഖ. ഈ 6 അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിനോ അതുപോലെ തന്നെ തൻവീനിനോ ശേഷം വന്നാൽ എന്ത് ചെയ്യണം? വ്യക്തമാക്കി ഉച്ചരിക്കണം. ആ ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും ഓരോ അക്ഷരത്തിന് ഉദാഹരണം വെച്ച് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി പൊടി തട്ടി എന്നുള്ള അവസ്ഥയും കൂടി ആവും. ഞാൻ പേര് വിളിക്കാം, അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവരൊന്ന് പറഞ്ഞാൽ മതി ഇൻഷാ അല്ലാഹ്. ഓക്കെ, അബ്ദുൾ റസാഖ്. ഹംസയുടെ ഉദാഹരണങ്ങളൊന്ന് പറഞ്ഞാൽ മതി. സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഏകദേശം ഇതാണ്. സ്ക്രീനിൽ ക്ലിയർ അല്ലേ, ചെറിയതായിട്ട് വായിക്കാൻ പറ്റില്ല. അതാ. വായിക്കാൻ പറ്റില്ല, വലുതാക്കിയിട്ടും കാണുന്നില്ല. ഇപ്പൊ ഓക്കെ ആണോ? മൻ അമൻ, മൻ അമൻ. മൻ ആമന. ഓക്കെ, മൻ ആമന. ഓക്കെ, അടുത്തത് തൻവീന്റേത്. കുല്ലു ആമന ബില്ലാഹി. കുല്ലുൻ ആമന ബില്ലാഹി. കുല്ലുൻ, അതാണ് ഇദ്ഹാർ. തൻവീൻ വരണ്ടേ? മതി, മേക്ക് ഓഫ് ചെയ്തോളൂ. ഹംസാടെയാണ് ഇപ്പൊ വായിച്ചത് അല്ലെ? മൻ ആമന, സുക്കൂനുള്ള നൂനേശ ഹംസ. മൻ ആമന. മൻ ആമന പറ്റൂല. മൻ കുറെ നേരം കഴിഞ്ഞ് ആമന പറ്റൂല. അവിടെ കൃത്യമാക്കി ക്ലിയർ ആക്കി ഓതണം. മൻ, ആ ഒരു ഗ്യാപ്പ്. തൻവീൻ ആകുമ്പോ അത് തന്നെ. കുല്ലുൻ, തൻവീൻ വന്നു. ആമന. കുല്ലുൻ ആമന ബില്ല. കുല്ലുൻ എടുത്ത ആ ലുൻ ക്ലിയർ ആകണം. അതുപോലെ തന്നെ സുക്കൂനുള്ള നൂനും ക്ലിയർ ആകണം. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹംസ അതാണ്. ഓക്കെ, ഇനി ഹായാണ് അസീഫ്. ഇൻഷാ അല്ലാഹ്. അൻഹും അൻഹും കുല്ലൻ ഹദൈന. ഞാന് അസീഫ് എന്നാ പറഞ്ഞത്. കുഴപ്പമില്ല, നിങ്ങളിപ്പോ ഒന്നുകൂടി പറഞ്ഞോളി. നസീമത്ത് ഒന്നുകൂടി പറഞ്ഞോളൂ. അൻഹും അൻഹും. ഓക്കെ. ഹദൈന. കുല്ലുൻ ഹദൈന. അൻ ഹും, സുക്കൂനുള്ള നൂന് ഷഹ. അൻ ഹും എന്നുള്ളതാണ് അവിടെ ആദ്യം വരുന്നത്. രണ്ടാമത് വരുന്നത് സെയിം തന്നെ. കുല്ലുൻ ഹദൈന. കുല്ലുൻ ഹദൈന. കുല്ലുൻ, സോറി, അവിടെ കുല്ലൻ ഹദൈന മാറിപ്പോയി, സോറി. കുല്ലൻ ഹദൈന. കുല്ലൻ ഹദൈന. ഓക്കെ, ഇനി അടുത്തത് ഹായിൻ്റെത്. ഞാൻ നേരത്തെ വിളിച്ച അസീഫുക്ക ഒന്ന് പറയാവോ?
അസീഫ് നമ്മൾ അവൈലബിൾ അല്ലെങ്കിൽ അടുത്ത ആൾ വിളിക്കാം. ഹഫ്സ ബഷീർ. ഹൈദറു. സോറി, മൈക്ക് മ്യൂട്ട് ആയിരുന്നു, ഞാൻ പറയാം. ആ, അലീമുൻ ഹൈദറു, ഹക്കീം. ഒരു മിനിറ്റ് ആദ്യം അഫ്സത്ത് ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, അഫ്സത്ത പറഞ്ഞോളെ. അത്തഅ്ബുദൂന മാ തൻഹിതൂൻ അലീമുൻ ഹക്കീം. യെസ്. അതഅബുദൂന മാ തൻഹിതൂൻ. തൻഹിതൂൻ. തൻഹിതൂൻ ഒരു ചെറിയ മണിക്കൽ പോലും കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ അലീമുൻ ഹക്കീം. അലീമുൻ ഹക്കീം. ഓക്കെ, അടുത്തത് ഹൈദറുക്ക ഖായിന്റെ പറഞ്ഞോളി. മിൻ ഖൈരിൻ അതെ. ലത്തീഫുൻ ഖബീർ. ലത്തീഫുൻ ഖബീർ. ലത്തീഫുൻ ഖബീർ. മിൻ ഖൈരിൻ. മിൻ ഖൈരി. ഓക്കെ, ഇനി ഐനിൻ്റെത് ജൗഹർ. അല്ല, മുകളിൽ ഐനാണ്. മിൻ ഇൽം. മിൻ ഇൽം. ഓക്കെ. സമീഅൻ അലീം. സമീഉൻ അലീം. കറക്റ്റ് ആണ്, മാഷാ അല്ലാഹ്. അതായത് ആ വ്യക്തത വരണം. സമീഉൻ അലീം. മിൻ ഇൽമിൻ. മൈക്ക് വേറെ ആരെങ്കിലും ഓപ്പൺ ആക്കിയിട്ടുണ്ടോ? എല്ലാരും മൈക്ക് മൂട്ടായിരിക്കണം കേട്ടോ. ഞാൻ വിളിക്കുന്ന ആളല്ലാത്ത തുറക്കരുതേ. ഓക്കെ, ലാസ്റ്റത്തത് ഗൈനാണ്. തൻസിം. മിൻ ഐരി സൂഇൻ. മാഷാ അല്ലാഹ്. അല്ല, മിൻ ഗൈരി സൂഇൻ. ഓക്കെ. ഖൗലൻ കാണാൻ പറ്റുന്നത്. ഖൗലൻ ഖൗലൻ ഗൈറ. ഖൗലൻ ഗൈറ. ഖൗലൻ ഗൈറ. മിൻ ഗൈരി സൂ. ഓക്കെ, അൽഹംദുലില്ലാഹ്. ഇതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ച വിഷയം. ഇതാണ് ഇദ്ഹാറുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. നമ്മൾ ഇവിടെയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന പുതിയ നിയമം എടുക്കാൻ പോകണം. ഇൻഷാ അല്ലാഹ് ഏകദേശം 45 ആളുകൾ കയറിയിട്ടുണ്ട്. പറ്റിയ സമയമാണെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. കാണുന്നുണ്ടോ? കാണും. ഓക്കെ, ഇത് കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേൾക്കണം. നേരത്തെ പറഞ്ഞ ഇൽഹാറ് പോലെ എളുപ്പമല്ല. ഇതിന്റെ പേര് ഇദ്ഗാം എന്നാണ്. നേരത്തെ പറഞ്ഞതിന്റെ പേര് ഇൽഹാർ. ഇതിന്റെ പേര് ഇദ്ഗാം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്നർത്ഥം. ലയിപ്പിക്കുക. രണ്ട് അക്ഷരങ്ങൾ തമ്മിൽ ചേർക്കുക. ഇദ്ഗാം ചെയ്യുന്ന വാക്കുകളൊക്കെ ഭയങ്കര ജോയിന്റ് ആയിട്ടാണ് നമ്മൾ പറയുക. ഇദ്ഗാം രണ്ടെണ്ണമുണ്ട്. രണ്ട് ഇദ്ഗാമുണ്ട്. ഒന്നാമത്തെ ഇദ്ഗാം മണിച്ചുകൊണ്ട് കൂട്ടിച്ചേർക്കേണ്ട ഇദ്ഗാം. അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഇദ്ഗാം. മണിച്ചുകൊണ്ട് കൂട്ടിച്ചേർക്കേണ്ട ഇദ്ഗാം. ഇദ്ഗാം ബിഗുന്ന എന്നാണ് അതിന്റെ പേര്. ഇദ്ഗാം ബിഗുന്ന. ഇനി വേറൊരു ഇദ്ഗാം ഉണ്ട്, മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. അതിന്റെ പേര് ഇദ്ഗാം ബിലാ ഗുന്ന. ഇൻഷാ അല്ലാഹ് അത് പിന്നെ പറയാം. നമുക്ക് ഇന്ന് ഇദ്ഗാം ബിഗുന്നയാണ് പഠിക്കേണ്ടതായിട്ടുള്ള പാഠം. ഇദ്ഗാം ബിഗുന്ന എന്നതിന്റെ അക്ഷരങ്ങളാണ് ആ ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ള ആദ്യത്തെ 4 എണ്ണം. ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങൾ ഒരാൾ പറയോ? ആരെങ്കിലും ഒരാള്? നൂന് വാവ് മീം ഒരക്ഷരം കൂടി. നൂന് വാവ് മീമ് യാ. യാ. യെസ്, 4 അക്ഷരം. യാ. അപ്പൊ അറബി അക്ഷരമാലയിൽ 6 എണ്ണം ഓൾറെഡി ഇൽഹാറിൽ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇദ്ഗാം ബിഗുന്നയിൽ എത്ര എണ്ണം പറഞ്ഞു? 4 എണ്ണം പറഞ്ഞു. ഏതൊക്കെയാണ്? നൂന് വാവ് മീമ് യാ. നൂന് വാവ് മീമ് യാ. എവിടെയെങ്കിലും നൂനോ
എവിടെയെങ്കിലും തൻവീനോ നിങ്ങൾ കണ്ടു. ആ കണ്ടതിന് ശേഷം ആദ്യം കാണുന്ന അക്ഷരം നൂനോ വാവോ മീമോ യാഓ ആണെങ്കിൽ ലയിപ്പിക്കണം, എന്ന് മണിക്കുകയും വേണം. അതിന് ഉദാഹരണങ്ങൾ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ബിസ്മില്ലാ. മിൻ നിഅമത്തി, മിൻ മിൻ നി, രണ്ട് നൂനുകളാണ് കൂട്ടിച്ചേർത്തു. മിൻ നിഅമത്തിൻ ഇദ്ഗാം ചെയ്തു. ആമിലത്തുൻ നാസിബ, ആമിലത്തുൻ നാസിബ. മിൻ വലിയ്യിൻ, മിൻ വലിയ്യിൻ. ഷഹീഖൻ വഹിയ, ഷഹീഖൻ വഹിയ. അമ്മൻ, അമ്മൻ. വലഅബ്ദും മുഅ്മിൻ, വലഅബ്ദും മുഅ്മിൻ. അയ്യഖൂല, അയ്യഖൂല. ഖൈറൻ യറ, ഖൈറൻ യറ. ഇതാണ് 4 ഉദാഹരണങ്ങൾ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ ഇല്ലെന്നൊന്നൂടി പറയും, എങ്കിൽ ഒന്നുകൂടി പറയാം. ഓക്കെ. ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ 6 ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങൾ നൂന് വാവ് മീമ് യാ, നൂന് വാവ് മീമ് യാ. ഈ 4 അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മണിക്കണം, കൂട്ടിച്ചേർക്കണം, ലയിപ്പിക്കണം, 2 അക്ഷരങ്ങൾ അങ്ങോട്ട് ചേർക്കണം. അതിൽ തന്നെ ചെറിയ വ്യത്യാസമുള്ളത് നൂന് അതുപോലെ തന്നെ മീമ് എന്നുള്ളത് കംപ്ലീറ്റ് ചേർക്കണം. കാരണം രണ്ടിന്റെയും മഖ്റജുകൾ അടുത്തടുത്ത മഖ്റജുകളാണ്. വാവും യാവും ആണെങ്കിൽ ഒരു കുറച്ച് വിട്ടിട്ടാണ് ചേർക്കേണ്ടത്. അത് ഇൻഷാ അതിന്റെ ആവശ്യമില്ല, നമ്മൾ ചേർക്കണം എന്ന് പഠിച്ചാൽ മതി. അതാണ് കാമിൽ നാഖിസ് എന്ന രൂപത്തിൽ വേർതിരിക്കപ്പെടുന്നത്. അതിന്റെ ആവശ്യമില്ല, നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? കൂട്ടിച്ചേർത്ത് ഓതണം, കൂടെ എന്ത് ചെയ്യണം? എന്താ പറയാ, മണിക്കുകയും വേണം. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഒരു ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ എടുക്കുക, എന്നിട്ട് ആദ്യം നമുക്ക് നൂന് കണ്ടെത്താം. ഒരു 3 ആളുകൾ നൂനിന്റെ ഉദാഹരണങ്ങൾ, തൻവീനോ ആയിക്കോട്ടെ സുക്കൂനുള്ള നൂനോ ആയിക്കോട്ടെ, ഏതെങ്കിലും 3 ഉദാഹരണങ്ങൾ കണ്ടെത്തിയിട്ട് ഓരോരുത്തരായിട്ട് പറയാം. നൂന് കഴിഞ്ഞിട്ട് നമുക്ക് വാവിലേക്ക് അടുക്കാം. എല്ലാം റെഡി ആണെങ്കിൽ ഇൻഷാ അത് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ കണ്ടെത്തി പറയും. നിങ്ങൾ റെഡിയാണോ? നോക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ ഖുർആൻ എടുക്കുകയും എല്ലാവരും കയ്യിലുള്ളവരൊക്കെ ഖുർആൻ എടുക്കുകയും, ഇനി ഫോണിൽ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുത്തോളി. സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം നൂന് വന്ന ഏതെങ്കിലും ഒരു 3 ഉദാഹരണം 3 ആളുകൾക്ക് പറയാം. എല്ലാവരും കണ്ടെത്തിയിരിക്കും എന്ന് വിചാരിക്കണം. നമുക്ക് സമയത്തിന്റെ കുറവുണ്ട്, പെട്ടെന്ന് ആക്കി. ഉസ്താദെ ഇത് ഒന്നും കൂടി ഒന്ന് പറയാമോ? എന്നാലേ നമ്മൾക്ക് ശരിക്ക് അതായത് ഇൽഹാർ എന്നത് പറഞ്ഞ നമ്മൾ വ്യക്തമാക്കലാണ്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കലാണ്.
ഇൽഹാർ ഇങ്ങനെയാണ് ഓതേണ്ടത്. അതും ഇതും ടച്ച് ആകാൻ പാടില്ല. വളരെ ഗ്യാപ്പ് ഇട്ട് വേണം ഓതാൻ. പക്ഷെ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തേ ഓതാൻ പറ്റുള്ളൂ. ആ ഭാഗം വന്നാൽ കൂട്ടിച്ചേർത്ത് ഓതണം. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് സുക്കൂനുള്ള നൂനോ തൻവീനോ ആണ്. എവിടെയെങ്കിലും സുക്കൂനുള്ള നൂനോ തൻവീനോ വന്നാൽ ശേഷം വരുന്ന അക്ഷരം അടുത്ത ഭാഗം എന്ന് പറയുന്നത് നൂനോ വാവോ മീമോ യാവോ ആണ്. ഈ അക്ഷരങ്ങൾ വന്നാൽ കൂട്ടിച്ചേർത്ത് ഓതണം. ഉദാഹരണം നോക്കിക്കോ, മിൻ എന്നുള്ളവിടുത്തെ സുക്കൂനുള്ള നൂനാണ്, ശേഷം വന്നത് നൂനാണ്. എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്ത് ഓതി. മിൻ നിഅമത്തിൻ. വാവിന്റെ നോക്കിക്കോ, ഷഹീഖൻ വഹിയ. തൻവീന്റെ ശേഷം എന്ത് വന്നു? വാവ് വന്നു. അവിടെ കൂട്ടിച്ചേർത്ത് ഓതണം. കാരണം ലയിപ്പിക്കുക എന്നതാണ് ഇദ്ഗാമിന്റെ ഡ്യൂട്ടി. ഷഹീഖൻ വഹിയ. മീമാകുമ്പോൾ അതന്നെ. അമ്മൻ. യാ ആകുമ്പോൾ അതന്നെ. ഖൈറയ്യറ. സുക്കൂനുള്ള നൂനോ തൻവീനിനോ ശേഷം ഈ പറഞ്ഞതുപോലെ യാഓ വാവോ മീമോ നൂനോ വന്നു കഴിഞ്ഞാൽ ലയിപ്പിച്ച് മണിച്ച് ഓതണം. മിൻ നബഇ. മിൻ നബഇ. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഒരാൾ. അൽഹംദുലില്ലാ. ഒരെണ്ണം കൂടി. ഇന്ന ഫഅ- മുബീൻ. എങ്ങനെ? നദീറും മുബീൻ. മീമിലേക്ക് എത്തിയിട്ടില്ല, നൂന് കഴിഞ്ഞിട്ട് പോവാം. അൻദർതുഹും. എങ്ങനെ? അൻദർതുഹും. ആ അൻദർതുഹും. മാഷാ അല്ലാ. ആദർത്തുഹും. മാഷാ അല്ലാ. നൂന് കഴിഞ്ഞിട്ട് പറയാം. അല്ല, അൻദർത്തുഹും എങ്ങനെ വരാം? അൻദായല്ലേ? നൂൻ അല്ല, നൂന് നൂന് സുക്കൂനെ വന്നിട്ടുള്ളൂ. നൂന് ഫത്തഹു കസ്റു ലമ്മ വരണം. സുക്കൂനുള്ള നൂന് ശേഷം. ഓക്കെ ഓക്കെ. ഒരെണ്ണം കൂടി പറഞ്ഞാൽ മതി നൂനിൻ്റെത്. വലിസാനം. വറഇഹിം. കേട്ടില്ല. മിൻ വറഇഹിം. ക്ലിയർ അല്ല. പക്ഷെ മിം വറാഇഹിം ആണ് ഓതിയെന്ന് വിചാരിക്കുന്നു. വാവ് എത്തിയിട്ടില്ല, നൂനെത്തി കഴിഞ്ഞിട്ടില്ല. അയ്യുത്തിമ്മ. അത് യാ ആണ്. നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നുണ്ട്, നൂന് മാത്രം കിട്ടുന്നില്ല അല്ലെ? മിൻ നബിയിൻ. ഇന്ന ഫഅത്തി ദിക്റ. ക്ലിയർ അല്ല കേട്ടോ വോയിസ്. ഇന്ന ഫഅത്തി ദിക്റ. പിന്നെ മിൻ നബിയിൻ. ഒരെണ്ണം വന്ന എങ്ങനെ? മാഷാ അല്ലാ. അത് ക്ലോസ് ചെയ്തേ. അടുത്തത് വാവ്. സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം വാവ് വന്നത്. ഹുദം വ മൗഇള. ഹുദം വ മൗഇള. ഹുദം വ മൗഇള. ഓക്കെ, ഹുദം വ മൗഇള തൻവീൻ. മാഷാ അല്ലാ. ഹുദം വ മൗഇള കറക്റ്റ് ആണ്. വലിസാനം വശഫത്തൈൻ. യെസ്, മാഷാ അല്ലാ. വലിസാനൗ. ആ ഓത്ത് മാറണ്ട. വലിസാനൻ വശഫത്തൈൻ എന്നുള്ളത് ലയിപ്പിച്ചു. വലിസാനൗ വശഫത്തൈൻ. മാഷാ അല്ലാ. ഇനി മീമ്. എല്ലാവരും നേരത്തെ എടുത്തു വെച്ചേക്കതല്ലേ? നദീറും കറക്റ്റ് ആണ്. മാഷാ അല്ലാ. എല്ലാവരും പങ്കെടുക്കട്ടോ. കുറച്ച് ആൾക്കാർ മാത്രം പങ്കെടുക്കല്ല, എല്ലാവരും പങ്കെടുക്കും. പറഞ്ഞോളി, നേരത്തെ പറയാൻ വന്നു. കിതാബം മുഅജ്ജല. കിതാബം മുഅജ്ജല. മാഷാ അല്ലാ. കിതാബം മുഅജ്ജല. ഓക്കെ ഓക്കെ ഓക്കെ. മാഷാ അല്ലാ. ഇനി വഅക്വാബും മൗളൂഅ. അക്വാബും മൗളൂഅ. ഓക്കെ, ഇതൊക്കെ കറക്റ്റ് തന്നെയാണ്. യാഇന്റേത് പറയൂ. കറക്റ്റ് കറക്റ്റ്. മയ്യഷ്ഫ കൂട്ടിച്ചേർത്തു. മണിക്കണം കൂട്ടിച്ചേർത്ത്.
ومن يغفر الذنوب വമൻ യഗ്ഫിറു ദുനൂബ. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾ ഏകദേശം ഉദാഹരണങ്ങൾ കണ്ടെത്തി ഉഷാറായി. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള 4 അക്ഷരങ്ങൾ. മഖ്റജുകളും വളരെ എളുപ്പമാണ്. ചുണ്ടിൽ നിന്ന് വരുന്ന ഏകദേശം വരുന്ന അക്ഷരങ്ങളാണ് എല്ലാം. ഭൂരിഭാഗവും ചുണ്ടാണ്. അപ്പൊ ആ ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓതുമ്പോൾ എന്ത് ചെയ്യണം? ലയിപ്പിക്കണം. ഇവിടെ പറഞ്ഞായിരിക്കുമല്ലോ അല്ലെ? ലയിപ്പിക്കണം, കൂട്ടിച്ചേർത്ത് പോകാം. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പണി. ലയിപ്പിക്കണം, കൂട്ടിച്ചേർത്ത് പോകാം. നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് പറയണം. ഇത്രയും സ്ഥലത്ത് എത്തണ്ടേ അതായിരിക്കും. ഇത് വലിയ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. രാവിലെ നമുക്ക് ഉദയനം കഴിഞ്ഞാണല്ലോ ഉസ്താദേ, തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് അതിന്റെ വേർതിരിവാണ്. ചിലത് കൂടുതൽ എന്താ പറയാ, കാമിലായിട്ടുള്ളതിനെ കൂടുതൽ മിൻ ആ കൊണ്ടോ കുറച്ചുകൂടി ഡീപ്പാകും. അതിന്റെ ഒരേ മഹ്റജിന്റെ അടുത്ത് വരുന്നതാണ്. അത് നൂൻ, ഇത് നൂനാണ്. ആമിലത്തുൻ, മനസ്സിലായോ? കാമിലായതിനെ കൂടുതൽ എന്ത് ചെയ്യണം? പുഷ് ചെയ്യേണ്ടി വരും. അതിനൊരു പ്രത്യേക ഒരു ഭംഗിയിടാൻ. നിങ്ങൾ ആ വ്യത്യാസം നിങ്ങൾക്ക് ഓതുമ്പോൾ മനസ്സിലാവും. നാക്കിസ് ആണെങ്കിൽ ചെറിയ ആ ഫുൾ ഇൻകംപ്ലീറ്റ് ആകൂല, മുഴുവനാകൂല. പക്ഷെ അത് ഇദ്ഗാം ചെയ്യാൻ വേണം. അത് അതിന്റെ ഒരു കൃത്യമായ പ്രയോഗമായിട്ട് പഠിപ്പിക്കുന്നതാണ്. നമ്മൾ അത്ര ഡീപ്പായിട്ട് പഠിക്കണ്ട. രണ്ടിനെയും ലയിപ്പിക്കണം. സ്വാഭാവികമായിട്ട് നമ്മൾ ലയിപ്പിക്കുമ്പോൾ ഈ രീതിയിൽ തന്നെ ലയിപ്പിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഷഹീഖൻ വഹിയ എന്നുള്ളതും ആമിലത്തുൻ നാസിബ എന്നുള്ളതും മണിക്കുമ്പോൾ വ്യത്യാസം വരും, ലയിപ്പിക്കുമ്പോൾ വ്യത്യാസം വരും. അത്രേ ഉള്ളൂ. അത് എന്താണ് അതിന്റെ വ്യത്യാസം എന്നതാണ് കാമിൽ എന്നും നാഫിസ് എന്നും കൊടുത്തേക്കുന്നത്. ഈ ടെക്സ്റ്റ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. അത് നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് ഫുള്ള് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അതിൽ കൊടുത്തിട്ടുണ്ടാകും. എന്നാൽ വാവിലും യായിലും ഉള്ളതിൽ ഓരോ ശബ്ദം അതെ കൊടുത്തിട്ടുണ്ട്. തേടാ ഈ വ്യത്യാസം മനസ്സിലാക്കാൻ ശരിയാം വിധം അച്ചടിക്കപ്പെട്ട മുസ്ഹഫുകളിൽ വാവും യാവും ശബ്ദ കൊടുക്കാതെയും നൂനും മീമും ശബ്ദ കൊടുത്തുമാണ് എഴുതാറുള്ളത്. അതന്നെ. ഇനി ഗുണത്തുള്ള കൊണ്ട് 4 പറയുന്നത് എങ്ങനെ? ഗുണത്തുള്ളത് കൊണ്ട് 4 ശ്രദ്ധ അപൂർണമായിരുന്നു. അതെ, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ ഉദാഹരണം തന്നെ നോക്കിക്കോളി. മീമിനും നൂനിന്റെ അവിടെയും ഓൾറെഡി ശബ്ദം കൂടി കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആകുന്നത് കൊണ്ടാണ്. അവിടെ ഗുന്ന ഫുള്ളായിട്ട് കൊടുക്കണം. ലയിപ്പിക്കുമ്പോൾ ഫുൾ ഗുന്ന കൊടുക്കണം. അതേ സമയത്ത് വാവിലും യായിലും അത് സാധ്യമല്ല. അത് പകുതിക്ക് വെച്ച് ഗുന്ന മുറിയും. അത്രേ ഉള്ളൂ. വ്യത്യാസമൊന്നുമില്ല. വലിയ നമ്മൾ ഓതുമ്പോ അൽഹംദുലില്ലാ ഏതായാലും ഗുന്ന കൊടുക്കുന്നുണ്ട്. പരിപൂർണത വരണമെങ്കിൽ എന്തായാലും മീമും നൂനും വരണം. ഓൾറെഡി നൂനും മീമിനും ശബ്ദം വന്ന മണിക്കണം എന്നുള്ള നിയമം ഓൾറെഡി വേറെ ഉണ്ട്. അത് ഇതിലേക്ക് മെർജ് ആകുന്നുണ്ട്. അതാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? ഓക്കെ ആണോ? ഈ 4 അക്ഷരങ്ങളും നിയമവും മനസ്സിലായി. എല്ലാവരും അഭിപ്രായം ഒന്ന് പറയോ? ഒന്ന് മേക്കോൺ ആക്കിയിട്ടൊന്ന് പറയും. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയാണ് ഒന്നുകൂടി പറയാം. മനസ്സിലായി. ഓക്കെ. 4 ആൾക്ക് മനസ്സിലായി. ബാക്കി 46 ആൾക്ക് മനസ്സിലായില്ല. മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ ഇന്ന് ഇത് ഈ നിയമപരമായിട്ട് ഇത് എടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് ഇനി ആകെ 40 മിനിറ്റും കൂടി ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഹിഫ്ളാണ്. അതിനാണ് നമ്മൾ ഈ MEP ചേർന്നത്. ഞാൻ ആ സ്ക്രീൻ അവിടെ ഓഫ് ചെയ്തു. ഹിഫ്ളിന്റെ കാര്യം എന്താണ് അവസ്ഥ? അൽക്കാരി വരെ ക്ലിയർ ആക്കിയവരാണോ നിങ്ങളൊക്കെ? അൽഹംദുലില്ലാ. ആര് അൽക്കാരി ഓതാ ധൈര്യത്തോടു കൂടി? പിന്നെ കാണാതെ തോന്നോട്ടാ. ഞാനേ ഒരു സംഭവം പറയാം, എന്നിട്ട് നമുക്ക് ഓതാം. നിങ്ങളുടെ ഹിഫ്ള് കൊറോണ സമയത്ത് ഓൺലൈനായി. അപ്പോ ഒരു മോനെ, അപ്പൊ അവൻ സാധാരണ പഠിക്കുമ്പോ അവന് കുറച്ച് തെറ്റിപ്പോറൊക്കെ ഉണ്ട്. എന്നാലും അവൻ ഓൺലൈനിൽ ഓതുമ്പോ ഭയങ്കര ഓത്ത്.
ഭയങ്കര ഒത്തുന്നത് ഭയങ്കര ഒത്തു, തെറ്റിലൊന്നുമില്ല. അപ്പൊ നമുക്ക് പോയി സന്തോഷായി. ഞാൻ ആദ്യം കരുതി ഇവ നോക്കി ഓതായിരിക്കും, പക്ഷെ നോക്കി ഓതൊന്നുമില്ല. കണ്ണടച്ച് ഓതാൻ പറയുമ്പോ കണ്ണടച്ച് ഓതുന്നുണ്ട്, എല്ലാം ഓതുന്നുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം ഇവനിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ഓതുന്ന ആലിമ്രാനാണ്. ഓതിക്കൊണ്ടിരിക്കുന്ന ഇടയില് ഹെഡ്സെറ്റിന്റെ മീൻസ് വയർലെസ് ഹെഡ്സെറ്റ് കുത്തിയിട്ടുണ്ട് ചെവിയിൽ. അത് നമ്മൾ കാണൂല, അവൻ ഇങ്ങനെ ഇരിക്കുന്നത്. അനിയൻ ചെറുക്കൻ എന്ത് ചെയ്തു, അപ്പുറത്തിരിപ്പുണ്ട്. അവൻ ബ്ലൂടൂത്ത് ഓഫ് ചെയ്തപ്പേ ആ ഫോണില് സെയിം പേജ് സെയിം ആയത്ത് മിഷാരി ഓതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇതെന്താ സംഭവം? അപ്പൊ എന്താ, ഇവൻ മിഷാരിയുടെ കിറാത്ത് ഓണാക്കി വെച്ചിട്ട് ചെവിയിൽ വെച്ചേക്കാണ്. മിഷാരി ഓതണ കൂട്ടത്തിൽ ഇവൻ ഓതിപ്പോവാണ്. അപ്പൊ ഉടായപ്പുകള് പല വിധവും ഉണ്ട് എന്നുള്ളത് എനിക്ക് അന്നാ മനസ്സിലായത്. നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യൂല എന്ന് എനിക്കറിയാം. നിങ്ങൾ എന്തായാലും ക്യാമറ ഓണാക്കൂല. അതുകൊണ്ട് ഓതുന്നവർ ദയവ് ചെയ്ത് എന്ത് ചെയ്യണം, കാണാതെ തന്നെ ഓതണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുക. ശരി, ഇനി ആരാ ഓതണത്? സൂറ അൽ ഖാരിഅ ആരാ ഓതും? ശരി, നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ഓതാം. ആദ്യം ഞാൻ ആദ്യം ഓതാം. ഏതാ പേര് വിളിച്ചാൽ മതി, അതായിരിക്കും നല്ലത്. പേര് വിളിക്കുമ്പേ പഠിക്കാത്തവരെ വിളിക്കുമ്പോ ഒരു വിഷമമായിരിക്കും എനിക്ക്, അവർക്കല്ല. അപ്പൊ എന്നാ ഒരു പണി ചെയ്തോളി, ഹഫ്സത്ത് തന്നെ ഓതിക്കോളി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما خفت موازينه فهو في عيشة راضية فأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. മബ്സൂസ് സായാണ്, സായല്ല. അത് മാത്രം അൽഹംദുലില്ലാഹ്, ബാക്കി എല്ലാം അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ, ഇനി ഞാൻ പേര് വിളിക്കാം. എന്തായാലും അഫ്സത്ത പറഞ്ഞതിനെ പരിഗണിച്ചുകൊണ്ട് ഞാൻ പേര് വിളിക്കാൻ പോവാണ്. വിളിക്കും, എല്ലാരും പരിചയക്കാരാണ്. നബീൽ, അൽഹാഖു മുത്തക്കാസു. السلام عليكم. മനസ്സിലായി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه وأمه هاوية وما أدراك ما هي نار حامية. ഹിയ അല്ല, മാ ഹിയ. ഫഉമ്മുഹു ഹാവിയ. ഫഉമ്മുഹു എന്നാണ്, വായല്ല ഫായ. ഓക്കെ, അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. ഞാൻ അൽഹാഖു മുത്തക്കാസുർ ഓതാനാണ് പറഞ്ഞത്, എന്നാലും അൽഹംദുലില്ലാഹ് ഓതിയല്ലോ. ഓക്കെ, ഇനി അൻഷത്ത് ഹുസൈൻ, അൽഹാഖു മുത്തക്കാസുർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون
كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. അടിപൊളിയായിട്ട് ഓതിട്ടോ, മാഷാ അല്ലാ. ഓക്കെ. ജലീല വൽ അസ്ർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. അൽഹംദുലില്ലാ. നന്നായിട്ട് ഓതുന്നുണ്ട് എല്ലാവരും. അൽഹംദുലില്ലാ. ആസിം കാ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع ماله وعدده يحسب أن ماله أخلده كلا لينبذن الحطمة وما كلا لينبذن في الحطمة. كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع الأفئدة إنها عليهم موسدة في أمد ممددة. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. ഓക്കെ. ഇനി അലം തറ കൈഫ ഫഅല റബ്ബുക. അത് വിളിക്കുന്നത് നിസാർ ടി കെ, സോറി. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجد ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجين فجعلهم كعصف مأكول. ഇപ്പൊ പഠിപ്പിച്ച നിയമം فجعلهم كعصف مأكول. فجعلهم كعصف مأكول. അതാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. അതൊന്നുകൂടി നിങ്ങൾക്ക് തെറ്റിന്നല്ല പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നിയമം അതാണ്. ഫജഅലഹും കഅസ്ഫിൻ, തൻവീനാണ്, ശേഷം വന്ന് മീം, ഇദ്ഗാമിന്റെ അക്ഷരം. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഓക്കെ, അൽഹംദുലില്ലാഹ്. അപ്പോ ഞാൻ ബാക്കിയുള്ള ആളോട് പറയാണ്, ഒരാള് സൂറത്ത് ഓതുമ്പോ നിങ്ങളും കൂടെ ഓതണം കേട്ടോ. അതായത് നമുക്ക് അങ്ങനെ ഇത് എല്ലാവരും പഠിച്ചു എന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്ന ഏക വഴി അത് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി ഖുറൈശ് മുനീർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് الذي أطعمهم من جوع وآمنهم من خوف. ما شاء الله، ما شاء الله. وآمنهم من خوف. യെസ്, ഇളഹാർ ഉണ്ടല്ലേ അവിടെ. മാഷാ അല്ലാഹ്. വആമനഹും മിൻ വേറെ നിയമമുണ്ട്, അത് പിന്നെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. ശരി, അൽഹംദുലില്ലാഹ്, നന്നായിട്ട് ഓതി. ഇനി അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, സഹ്മി ഫർസാന. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون
ويمنعون الماعون മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇനി ഏറ്റവും വലിയ സൂറത്ത് കൗസർ. ആ, ഷറഫുദ്ദീൻ CM. ഇല്ല. ആ, റിഷാദ് KP. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. കൗസർ എന്ന് തന്നെ പറഞ്ഞെന്ന് വിചാരിക്കണു. കേട്ടപ്പോ മാറിപ്പോയാലോ തോന്നി. കൗസർ അങ്ങനെ തന്നെ പറഞ്ഞെന്ന് എനിക്ക് അറിയാട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ഓക്കെ, ഇനി കാഫിറൂൻ. കാഫിറൂൻ ഇസ്നാസ് ഐഫോൺ. അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു. ശരി. നാജിയ അഷറഫ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഓക്കെ, ഇനി അടുത്തത് സൂറ നസ്ർ. ഷഫില കബീർ അല്ലെ? ഷാഫില കബീർ. بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഓക്കെ, അടുത്തത് തബ്ബത്ത്. അൻസി റഫീന. എന്താ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. സൂറ ഇഖ്ലാസ്. ഹുസൈൻ. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇനി ഷെയ്ഖ് ഷാഫി. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഷെയ്ഖ് ഷാഫി. ഓക്കെ, ഇല്ല. ഷെയ്ഖ് സർതാജ്. PA. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد.
ഓ മാഷാ അല്ലാ. ലാസ്റ്റ് സൂറത്ത് ആരെങ്കിലും ഒരാള് ഇഷ്ടമുള്ള ആള് പറഞ്ഞോളി. ഓതാൻ താല്പര്യമുള്ള ആരെങ്കിലും പേര് വിളിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഓതാം. ഞാൻ ഒരു രസം. ഓതിക്കോളി. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരി വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മാഷാ അല്ലാ. ഇനി ഞാന് പേര് വിളിക്കാത്തതും ഓതാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓതാം. അവർക്ക് ഇഷ്ടമുള്ള സൂറത്ത് ഓതാം. ഞാൻ പറയാത്ത ഏതൊരു സൂറത്ത് നിങ്ങൾക്ക് ഓതണി ഓതാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓതിക്കോട്ടോ. ഞാൻ എല്ലാവരും പേര് വിളിച്ചിട്ടില്ലല്ലോ. ഓക്കെ, ഓതിക്കോളി. നേരത്തെ വിളിച്ചിട്ട് എനിക്ക് മൈക്രോഫോൺ വർക്ക് ആവണുണ്ടായില്ല. അപ്പൊ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൂറത്ത് ഓതിക്കോളി. ഞാൻ ലാസ്റ്റ് സൂറ തന്നെ ഓതാം. ഓതിക്കോളി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. മാഷാ അല്ലാ. വേറെ ആർക്കെങ്കിലും ഓതാൻ, ഞാൻ പേര് വിളിക്കാത്തവരോ പേര് വിളിച്ചവരിൽ തന്നെ വേറെ സൂറത്ത് ഓതാൻ താല്പര്യമുള്ളവർ ഓതാട്ടോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഓ മാഷാ അല്ലാ. അൽഹംദുലില്ലാ. വേറെ ഇനി ആർക്കും ഓതാൻ താല്പര്യമുണ്ട്? വേറെ ആർക്കെങ്കിലും ഓതണമെന്നുണ്ടോ? വിളിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. ഹസ്ന, അതുപോലെ ഇസ, നൗഫൽ, കുറെ പേര് വിളിച്ചിട്ടില്ലാന്ന് എന്റെ ഓർമ്മ. മുഹമ്മദ് ബാബു. ആർക്കെങ്കിലും ഓതിന് ഓതാട്ടോ. ഞാൻ നിങ്ങളുടെ അവസരം കളഞ്ഞു എന്ന് വിചാരിക്കരുത്. എല്ലാരും പേര് വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. സൂറത്ത് തകാസുർ. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഓ മാഷാ അല്ലാ. വേറെ അറിയുന്നു? ലാസ്റ്റ് ഒരാളെ കൂടി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. القارية ما القارية وما أدراك ما القارية يوم يكون الناس كالفراش المبثوث وتكون الجبال كالإهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه خاوية وما أدراك ما هي نار حامية. ഓക്കെ. മാഷാ അല്ലാ. ഇനി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, നിങ്ങളോട് ആദ്യം ചോദിച്ചൊരു കാര്യം, എന്തുകൊണ്ടാണ് ഹിഫ്ള് കുറച്ച് ബാക്കോട്ട് ആയത്? സൂറത്ത് മുഴുവനായിട്ട് പഠിക്കാൻ പറഞ്ഞത് കൊണ്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? നമ്മൾ ഇനി എന്താണ് പഠനത്തിന് ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം എല്ലാരും.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ആയത്ത് 4 ആയത്ത് അങ്ങനെ വേണോ, അല്ല ഒരു സൂറത്തായിട്ട് തന്നെ പഠിക്കാൻ പറ്റും? കാരണം ഇനി ഇദാ സുൽസിലത്ത് വരെ അങ്ങനെ സാധിക്കുള്ളൂ. പിന്നെ അടുത്ത ബയ്യനയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും 3 4 ആയത്ത് വെച്ച് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തുകൊണ്ടാണ് അൽഖാരിയ എത്താൻ വൈകിയത്? എനിക്ക് തോന്നുന്നത് ഈ ഒരു മാസം കൊണ്ട് അൽഖാരിയെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ. അപ്പൊ എന്ത് പറ്റിപ്പോയെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണം. നോമ്പിന്റെ തിരക്കിലായിരുന്നു. ഓക്കെ, അതൊരു കാരണം. വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ? അത് തന്നെയാണോ എല്ലാവരും കാരണം? വേറെ ആരെങ്കിലും കാരണങ്ങൾ പറയുകയാണെങ്കിൽ നന്നായിരുന്നു. കാരണം ഡോക്ടർമാര് പറഞ്ഞത് 10 പേരിൽ 8 പേരിൽ 2 പേരൊക്കെ ഓതിയെന്നാണ്. അതൊരു വളരെ സങ്കടമുള്ള കാര്യമാണ്. ഇപ്പോഴും ആൾക്കാരെ കേൾപ്പിക്കാത്തവരുണ്ടെന്നും ലീഡർമാര് പറഞ്ഞു. അതുകൊണ്ട് yes. ഞാൻ അതുപോലെ ആക്കണം. ആദ്യത്തെ ഏകദേശം 11 ആയത്തുണ്ട്. അപ്പൊ അത് 2 ആക്കി ചുരുക്കണോ, 3 ആക്കണോ, അങ്ങനെ പഠിക്കണോ? അതാണ് നിങ്ങൾക്ക് പറ്റുക എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അൽഖാരിയ ഏകദേശം അതും 11 ആയത്തുണ്ട്. അതിനെ 3 ആക്കണോ? 4 ആയത്ത് ആദ്യം, ഒറ്റ പിന്നൊരു 4 സ്ട്രക്ചറിൽ ആയത്ത്. പോകുന്നത് നല്ലത്. ചെറിയ സൂറത്തുകൾ ഒറ്റ സ്ട്രക്ചർ തന്നെ പഠിക്കുന്നതാണ് നല്ലത്. ബ്രേക്ക് വന്നാൽ വീണ്ടും ആൾക്ക് എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടായിരിക്കും. കൃത്യമായ പോയിന്റ് ആണ് അത്. ഞാൻ ചോദിക്കുന്നത് എല്ലാവർക്കും അത് കഴിയുന്നുണ്ടോ എന്നൊരു സംശയം. അതാണ് വിഷയം. വളരെ അപൂർവം ആളുകള് കുറച്ച് എഫേർട്ട് ആളുകൾ എടുത്താലേ പറ്റും. അതെ സത്യം. നിങ്ങൾക്ക് ഞാൻ ഓപ്ഷൻ തരാം. നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ സ്ട്രെച്ചിൽ പഠിക്കട്ടെ. കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ അത് ചോദാലോ. ഏതാ കേട്ടില്ല? ശരിക്കും ഞങ്ങൾക്ക് 1 വീക്ക് കിട്ടുന്നുണ്ടല്ലോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ക്ലാസ് ഉള്ളു. അപ്പൊ അത്രയും സമയം ഞങ്ങൾക്ക് ഓതാലോ. അതെ കറക്റ്റ് ആണ്. ഞാനിപ്പോ വിചാരിച്ചത് എല്ലാ വെള്ളിയാഴ്ചയും, ഞാനിപ്പോ ഇന്ന് ക്ലാസ് എടുത്ത് തിങ്കളാഴ്ചയാണ്, എല്ലാ വെള്ളിയാഴ്ചയും പുതിയത് ഇടാം എന്നാണ് കരുതിയത്. അങ്ങനെ ഞാൻ അൽഹാഖ് മുത്തക്കാസർ ഇട്ട് അൽഖാരി ഇട്ടപ്പോഴാണ് ലീഡർമാര് പറഞ്ഞത് അത് ആരും കേൾപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ ഒന്നും ഇടാൻ പറ്റാതായി പോയത്. അപ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു പണി ചെയ്യാം, ഒരു ശ്രമം കൂടി നടത്താം. നമുക്ക് ഈ ആഴ്ച കൊണ്ട് എന്തായാലും ഇദാ സുൽസിലത്ത് തീർക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശം പോലെ ആവൂല. ഓക്കെ, അപ്പോ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒന്ന് സട കുടഞ്ഞ് എണീക്കുക. അൽഖാരിയ കേൾപ്പിക്കാത്തവർ ഇൻഷാ അല്ലാഹ് ചൊവ്വ ബുധൻ 2 ദിവസം കൊണ്ട് മാക്സിമം പഠിച്ച് കേൾപ്പിക്കുക. ഇനി നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ കേൾപ്പിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അതിനെ 2 ആയിട്ടോ 3 ആയിട്ടോ മുറിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ കേൾപ്പിച്ചാലും പ്രശ്നമല്ല. നമുക്കിത് 2 ദിവസത്തിനുള്ളിൽ തീർക്കണം, പഠിച്ചു തീർക്കണം. അതാണ് ഉദ്ദേശം. എല്ലാവരും സഹകരിക്കുക, ഗൗരവത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. എനിക്കും പഠിപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ അടുത്ത് പുണ്യം കിട്ടണം, പഠിച്ച നിങ്ങൾക്ക് പുണ്യം കിട്ടണം. ജീവിതത്തിൽ ഒരു സുന്നത്ത് നിസ്കാരത്തിലോ ഇല്ല ഇനി ഒരു ഫർദ് നിസ്കാരത്തിലോ നിങ്ങൾക്ക് ഓതാൻ പറ്റണമെങ്കിൽ, അൽഖാരിയ ഓതാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇദാ സുൽസിലത്ത് ഓതാൻ പറ്റുക, അതും മഖ്റജ് ശരിയാക്കി നിയമങ്ങൾ ശരിയാക്കി ഓതുക എന്ന് പറയുന്നത് അത്രയും ഭംഗിയുള്ള വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ പരിശ്രമിക്കുന്നത്. ആ ഗൗരവത്തിൽ തന്നെ ആകണം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞ നിയമങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇൽഹാർ പറഞ്ഞു ഓൾറെഡി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന് പഠിച്ചത് ഇദ്ഗാമാണ്. ഇദ്ഗാമിൽ തന്നെ ബി ഗുന്ന എന്ന വിഭാഗമാണ്. മണിച്ചുകൊണ്ട് കൂട്ടിച്ചേർക്കേണ്ട അക്ഷരങ്ങൾ 4 അക്ഷരങ്ങളാണ്. നൂന്, വാവ്, മീമ്, യാ എന്നീ അക്ഷരങ്ങളാണ്. സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ഇവയിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ മണിച്ച് ലയിപ്പിച്ച് ഓതണം. അതാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഞാൻ എന്തായാലും നിങ്ങളെ കൊണ്ട് ഇനിയും ഉദാഹരണങ്ങൾ ചോദിക്കും. കണ്ടെത്തി വരാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. ഓൾറെഡി ഖുർആനിൽ അടയാളപ്പെടുത്തി വെച്ചിട്ട് ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞുതരാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. ഓതുമ്പോഴും ലയിപ്പിക്കാനും കൂടെ മണിക്കാനും ശ്രദ്ധിക്കണം. നേരത്തെ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ എന്ന് ഓതി നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാവരും ഓതാൻ വേണ്ടി ശ്രമിക്കുക. ആ നിയമങ്ങൾ ശ്രദ്ധിക്കുക. ഇൽഹാർ കണ്ടാൽ ക്ലിയർ ആക്കി ഓതാനും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖുർആനിന്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.